نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാം ക്ലാസ്സിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ആനുവൽ എക്സാമിന്റെ ചോദ്യ പേപ്പർ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ, ഇമ്പോർട്ടന്റ് പാർട്സ്, കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു PDF കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി താഴത്തോടെ ഇങ്ങനെ സംഭവങ്ങൾ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. PDF നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, വാങ്ങിച്ച് ഉഷാറാക്കിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്ന നമ്പറൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ജോയിൻ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നേരെ താഴത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നേരെ നമ്മൾ പോട്ടെ. രണ്ടാം ക്ലാസ്സിന്റെ മാത്സ് ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ ചില പല 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 കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. മാത്സ് എന്തോ ഭയങ്കര ഉണ്ടയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മക്കളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ആയിട്ട് അവർ സംഭവം തന്നെയുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമതായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ട് കേട്ടോ. അതായത് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോ കൂടി ഉണ്ട്, അവിടെ പോയിട്ട് കാണണം കേട്ടോ. റെഡി. അപ്പൊ യൂണിറ്റ് 7 നമുക്ക് കൂട്ടുകാർക്കിടയിൽ അമംഗ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചോദ്യം നോക്കാം. there are 6 children on a beach. 6 കുട്ടികളുണ്ടോ അല്ലെ ബീച്ചിൽ, 6 കുട്ടികൾ. ഓക്കെ, if child is given 2 oranges, how many oranges are given in all? Write this using multiplication symbol. ഓക്കെ, അപ്പോൾ 2 ഓറഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇവർക്കൊക്കെ കൊടുക്കുക, 6 ആക്കുക. അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ടോട്ടൽ കാണുന്നത് നമുക്കറിയാം, 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്കത് കിട്ടും അല്ലേ. 6 × 2 12 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും അല്ലേ. ഒരു ബെഞ്ചിൽ 6 കുട്ടികളുണ്ട്. ഓരോ കുട്ടിക്കും 2 ഓറഞ്ച് വീതം നൽകിയാൽ ആകെ എത്ര ഓറഞ്ചുകൾ ലഭിക്കും എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂലേ. അതായത് ഒരു ബെഞ്ചിൽ 6 കുട്ടി, അപ്പോൾ ഓരോ കുട്ടിക്ക് 2 വീതം കിട്ടാൻ വേണ്ടിയിട്ട് 6 × 2 അങ്ങനെ 2 വീതം ഓരോ കുട്ടിക്കും കൊടുത്ത്, അപ്പോൾ ടോട്ടൽ എത്ര ഓറഞ്ച് കൊടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ടത് 6 × 2 12. റെഡി. അടുത്തത്, എ ഫ്ലവർ ഹാസ് 5 petals അല്ലേ. ഹൗ മെനി petals do 4 such flower have? ഒരു പൂവിന് 5 ഇതൾ ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ള 4 പൂക്കൾക്ക് ആകെ എത്ര ഇതൾ ഉണ്ടാകും? ഒരു പൂവിന് 5 ഇതളാണ്. അങ്ങനെയുള്ള 4 പൂക്കൾക്ക് കാണാൻ 4 × 5 20. ഒരു പൂവിന് എത്ര ഇതളാണ്? 5 ഇതള്. അങ്ങനെയുള്ള 4 പൂക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് 4 × 5 × 4 ഇങ്ങനെയാണ് അല്ലെ. ഒരു പൂക്കൾക്ക് 5 ഇതള്. അങ്ങനെയുള്ള 4 പൂക്കൾക്ക് എത്ര ഉണ്ടാവും? 5 × 4 20 അല്ലെ. അടുത്തത്, 8 ലഡു ആർ ഷെയർഡ് ഈക്വലി അമംഗ് 4 ഫ്രണ്ട്സ്. 8 ലഡു 4 ആൾക്ക് വീതം ഈക്വൽ ചെയ്ത് കൊടുത്തു. ഹൗ മെനി ലഡൂസ് ഡസ് ഈച്ച് പേഴ്സൺ ഗെറ്റ്? അപ്പൊ 2 ലഡു ഇതാണ് അല്ലേ. അപ്പൊ 8 ലഡു 4 കൂട്ടുകാർക്ക് വീതം തുല്യമായിട്ട് വീതിച്ചു കൊടുത്താൽ എത്ര ലഡു ഉണ്ടാവുക? 2 ലഡു വീതം ഒരാൾക്ക് കിട്ടും. 8 ലഡു 4 ആൾക്ക് വീതം അല്ലെ. 8 ലഡു 1 2 3 4 5 6 7 8. ഇതൊരാൾക്ക് കണ്ടോ. അപ്പൊ എത്ര ആളാ? 1 2 3 4 അല്ലെ. 4 ആൾക്ക് വീതം നമ്മൾ വീതിച്ചു കൊടുത്തു. അപ്പൊ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടും? 2 ലഡു വീതം ഒരാൾക്ക് കിട്ടും. സന്തോഷായില്ലേ? 1 ലഡു അല്ല 2 ലഡു. ഓക്കെ, റെഡി. അടുത്തത്, ഈ 10 ചിൽഡ്രൻ ആർ സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ ടീംസ്. if 10 children are split into 2 equal teams, how many children are in each team? അതായത് 10 കുട്ടികളെ 2 ടീമുകളാക്കി തുല്യമായി വിഭജിച്ചാൽ ഒരു ടീമിൽ എത്ര കുട്ടികൾ ഉണ്ടാവുന്നതാണ്. 10 കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ടീമുകളായിട്ട് തുല്യമായിട്ട് വീതിക്കുകയാണ്. 10 കുട്ടികൾ, അപ്പൊ എത്ര? 5 കുട്ടികളാണ് ഉണ്ടാവുക അല്ലെ. 10 കുട്ടികളെ 2 ടീമായിട്ട് തുല്യമായിട്ട് വീതിച്ചു. 10 കുട്ടികൾ നോക്കാം നമുക്ക്. 10 കുട്ടികൾ ആരൊക്കെയാ? 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ 10 കുട്ടികൾ. ഇവർ 2ആയിട്ട് വീതിക്കണം. 2ആയിട്ട് വീതിക്കാൻ ഇതാ 5 എണ്ണം അങ്ങോട്ടും വീതിച്ചു, 5 എണ്ണം അങ്ങോട്ടും വീതിച്ചു അല്ലെ. അപ്പൊ എത്രയായി? 2 ടീം അല്ലെ. ഈ 2 ടീമില് എത്ര കുട്ടികൾ? 1 2 3 4 5. 1 2 3 4 5. 5 കുട്ടികൾ വീതം അല്ലെ. സെറ്റ് ആയില്ലേ? 10 കുട്ടികളെ 2 ടീമായി വീതിച്ചാൽ 5 ടീമിലും 5 ടീമിലും അല്ലേ. റെഡി. അടുത്തത്, മെഷർ അല്ലെ. ലെറ്റ്സ് മെഷർ, നമുക്ക് അളക്കാം. വൈ ഡു 2 people
get different measurement when they measure the same table using their hand pans. ഒരാൾ ചാണളവ് ഉപയോഗിച്ച് ഒരു മേശ അളക്കുമ്പോൾ മറ്റാൾക്ക് കിട്ടുന്ന അളവിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഓരോ ആൾക്കാരുടെയും ചാണളവ് വ്യത്യാസമായിരിക്കും അല്ലേ? ഓരോ ആൾക്കാരുടെയും ചാണകം വ്യത്യാസമായിരിക്കൂലേ? കറക്റ്റ് കിട്ടണം, നമ്മൾ സ്കെയിലോട്ടൊക്കെ അളക്കേണ്ടി വരും. മറ്റേത് ഓരോ ആൾക്കാരുടെയും ചാണളവ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും അല്ലേ? റെഡി. അടുത്തത് വിച്ച് ഈസ് ഹെവിയർ? 1 കിലോഗ്രാം ഓഫ് ആപ്പിൾ 8 പീസ് ഉണ്ട്. 1 കിലോഗ്രാം ഓഫ് ഓറഞ്ച് 9 പീസ് ഉണ്ട്. അപ്പോ ഇതിൽ ഏതാണ് കൂടുതൽ കനന്നാണ്? അതായത് 1 കിലോഗ്രാം ആപ്പിൾ 6 പീസ്, 1 കിലോഗ്രാം ഓറഞ്ച് 9 പീസ്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കനം? രണ്ടും സെയിമാ, പീസല്ല, കനാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. രണ്ടും എന്താണ്? 1 kg ആണ് രണ്ടും. അപ്പൊ 1 kg ആയാലും രണ്ടും സെയിം ആണ്, രണ്ടിനും ഒരേ കനം അല്ലെ? അടുത്തത് which device is used to weigh things at a fruit shop? അപ്പോ കടകളിൽ സാധനങ്ങളൊക്കെ തൂക്കി നോക്കുന്ന സാധനം ഏതാ? ഒരു തുലാസ്. നമുക്കറിയാം അല്ലെ, ഒരു തുലാസാണ് അങ്ങനെയുള്ളൊരു സാധനം, തുലാസ് അല്ലെ? കടകളിൽ സാധനങ്ങളൊക്കെ തൂക്കി നോക്കുന്നത് എന്താണ്? ഒരു തുലാസ് ആണ്, അല്ലെങ്കിൽ ബാലൻസ് എന്നൊക്കെ പറയും. അടുത്തത് നോക്കൂ. If a jug holds 5 glasses of water and a bottle holds 3 glasses, which vessel has more capacity? ഒരു ജഗ്ഗിൽ 5 ഗ്ലാസ് വെള്ളവും ഒരു കുപ്പിയിൽ 3 ഗ്ലാസ് വെള്ളവും കൊള്ളുമെങ്കിൽ ഏതിനാണ് കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ശേഷി? ജഗ്ഗിന് തന്നെയാ അല്ലെ? ജഗ്ഗിനല്ലേ? ഒരു ജഗ്ഗിൽ 5 ഗ്ലാസ് വെള്ളം കൊള്ളും, ഒരു കുപ്പിയിൽ 3 ഗ്ലാസ്സേ കൊള്ളൂ. അപ്പൊ 5 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഈ ജഗ്ഗിലല്ലേ കൂടുതൽ നമുക്ക് ശേഷിയുള്ളത്, കപ്പാസിറ്റി ഉള്ളത് അല്ലേ? 3 ഗ്ലാസ് കൊള്ളുന്നതിലുള്ളത് അല്ല. ആണോ? അല്ല. ഓക്കെ, റെഡി. അടുത്തത് കലണ്ടർ കളിയാണ്. A train starts at 7 AM and reach its destination at 10 AM. How many hours did the journey take? അതായത് 7 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് ലക്ഷ്യസ്ഥാനത്തെത്തി. യാത്രക്ക് എത്ര സമയം എടുത്തു? നമുക്ക് നോക്കാം. 7 മുതൽ 10 വരെ നോക്കൂ. 8, 9, 10, 3 മണിക്കൂറാണ് യാത്രക്കെടുത്ത സമയം. സിമ്പിൾ അല്ലേ? സിമ്പിൾ. അടുത്തത് if today is Monday, ഇന്ന് മൺഡേ ആണ്. What was yesterday? അങ്ങനെയാണെങ്കിൽ yesterday എന്താണ്? What will be tomorrow? അങ്ങനെയാണെങ്കിൽ നാളെ എന്താണ്? ഇന്ന് മൺഡേ ആണ്. അപ്പൊ ഇന്നലെ എന്തായിരിക്കും? ഇന്നലെ ഞായറായിരിക്കും, സൺഡേ ആയിരിക്കും അല്ലേ? പിന്നെ എന്താ? മൺഡേ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഏതാ? ട്യൂസ്ഡേ അല്ലേ? ഇങ്ങനെയാ വരിക. സൺഡേ ആണ് അതിന്റെ തലേ ദിവസം, പിറ്റേത്തെ ദിവസം സൺഡേ ആണ്, പിറ്റേത്തെ ദിവസം ട്യൂസ്ഡേ ആണ്. സിമ്പിൾ. അടുത്തത് നോക്കാം. ഹൗ മെനി മന്ത്സ് ഇൻ എ ഇയർ ഹാവ് എക്സാക്ട്ലി 30 days? അപ്പൊ 4 മന്തേ ഉള്ളൂ അല്ലെ? ഒരു വർഷത്തിൽ 30 ദിവസങ്ങൾ മാത്രമുള്ള എത്ര മാസങ്ങളാണ് ഉള്ളത്? 4 മാസങ്ങള്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നൊക്കെ പറയുന്ന മാസങ്ങളാണ്. ആദ്യം ഇവിടെ ഉള്ളത്. നെക്സ്റ്റ്. In a 2x2 square on a calendar, if you add numbers diagonally, what do you notice? കലണ്ടറിലെ ഒരു 2x2 ചതുരത്തിലെ സംഖ്യകൾ വികർണമായി കൂട്ടിയാൽ എന്താണ് പ്രത്യേകത കാണിക്കുന്നത്? അതെന്താ? തുല്യായിരിക്കും. അതന്നെ നമ്മൾ പഠിച്ചതാ. നെക്സ്റ്റ്. പ്രിട്ടി റിലേഷൻ ആണ്, നല്ല ബന്ധങ്ങൾ. നോക്കാം. ഫ്രം ദ നമ്പർ 7, 12, 11 and 20 which are even numbers? 7, 12, 11, 20 എന്നീ സംഖ്യകളിലെ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? ഇരട്ട സംഖ്യ നോക്കൂ. 12, 20 ഇതാണ് ഇരട്ട സംഖ്യ അല്ലെ? ഇരട്ട സംഖ്യ, ഈവൺ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് എന്നൊക്കെ നമുക്ക് അറിയണം. പഠിച്ചതാ. അടുത്തത് ക്വസ്റ്റ്യൻ. റൈറ്റ് 2 digit number where sum of the digit 10. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന 2 സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ്. 2 സംഖ്യകൾ ഏതൊക്കെയാ? ഒന്ന് 19, അതേപോലെ തന്നെ 28, അങ്ങനെ, അല്ലെങ്കിൽ 37, 46, 55 എന്നൊക്കെ എഴുതാം. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന 2 സംഖ്യകൾ അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. 37 എങ്ങനെ? 3 × 7 എത്രയാ? 10. 46 എങ്ങനെ? 4 × 6 10. 55 എങ്ങനെ? 5 × 5 പ്ലസ് 5 10 ഇൻറ്റു അല്ല കേട്ടോ, പ്ലസ് ആണ്. പ്ലസ്. അതായത് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ, 2 അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടണം. അങ്ങനത്തെ 2 എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എത്ര എണ്ണം നമ്മൾ എഴുതി കൊടുക്കാം അല്ലെ? നമ്മളിവിടെ എഴുതിയില്ലേ?
ഇനി അടുത്തത് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാണ്. 10, 18, 26, 34. അടുത്തത് 42, പിന്നെയോ 50. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം നോക്കുക. എത്ര 8 എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൂടി വരികയാണ്. അടുത്തത് 10, 18, 26, 34. 42, 50. എന്താണ് 8 ഇങ്ങനെ കൂടി വരികയാണ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ വരും അല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കൂ. നെക്സ്റ്റ് എന്താണുള്ളത്? മുണ്ടമ്പരിയാണോ? എന്താണുള്ളത് നോക്കാം. വാട്ട് ആർ ദ 2-digit numbers that can be made using digit 3 and 5? അതായത് 3, 5 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാ? 35, 53 ഇല്ലേ? 3നെയും 5നെയും ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെ? രണ്ടക്ക സംഖ്യ ഉണ്ടാക്കാം നമുക്ക്. ഏതൊക്കെയാ? 3, 35, 53. തിരിച്ചിടുകയും മറിച്ചിടുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തത് കൗണ്ടിങ് പിക്ചേഴ്സ് ആണ്, ചിത്രങ്ങൾ എണ്ണാണ്. ഇഫ് എ ടേബിൾ ഷോസ് 9 parrots and 4 owls, how many more parrots are there than owls? ഒരു പട്ടികയിൽ 9 തത്തകളും 4 മൂങ്ങകളും ഉണ്ടെങ്കിൽ മൂങ്ങകളേക്കാൾ എത്ര കൂടുതൽ തത്തകളുണ്ട്? അതായത് ഒരു പട്ടികയിൽ 9 തത്തുണ്ട്, 4 മൂങ്ങുണ്ട്. 4 മൂങ്ങ 9 തത്ത. മൂങ്ങയേക്കാൾ എത്ര കൂടുതലാണ് തത്ത? തത്ത എത്രയാണുള്ളത്? 9 ആള്. മൂങ്ങ 4 ഉള്ളൂ. അപ്പൊ 4നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 5 കൂട്ടിയാൽ അല്ലേ. അപ്പൊ 9, 4 കുറച്ച് നോക്കിയാലും കിട്ടും അല്ലേ. അപ്പൊ 5 കൂടുതലാണ് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് നോക്കാം. എ ടോയ് റാബിറ്റ് കോസ്റ്റ് 89 റുപ്യ. ഇഫ് യു ഗിവ് 100 റുപ്യ നോട്ട്, ഹൗ മച്ച് ബാലൻസ് വിൽ യു ഗെറ്റ് ബാക്ക്? A toy rabbit costs 89 rupees. If you give 100 rupee note, how much balance will you get back? അതായത് 89 റുപ്യന്റെ ഒരു ടോയ് വാങ്ങാൻ 100 റുപ്യ കൊടുത്തു. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടണം. എത്രയാണ് ബാക്കി ഉണ്ടാവുക? 11. അത്രയേ ഉള്ളൂ. റെഡി. അടുത്തത് വിച്ച് ആർ ദ ചോയ്സ് ഇൻ ദ ലിസ്റ്റ് ദ കോസ്റ്റ് ലെസ് ദാൻ 90 rupees? 90ന് താഴത്തുള്ളത് ഏതൊക്കെയാന്ന് എഴുതാനാണ്. നോക്കൂ. 89, 69, 79. 90ന് താഴെ വിലയുള്ള കളിപ്പാട്ടത്തിന്റെ പേര് എഴുതാൻ, ഇനി 90ന് മുകളിൽ വിലയുള്ള എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റണം എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഇനി അടുത്തത് ഇഫ് എ പേഴ്സൺ ഹാസ് 100 rupees, why can't they buy a toy 125 rupees? 100 റുപ്യ ഒരാൾ എടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് 125 റുപ്യന്റെ സാധനം വാങ്ങാൻ പറ്റാത്തത്? എന്താണ്ടാ? 100 റുപ്യ എൻ്റെ അടുത്തുള്ളൂ, 25 റുപ്യ അധികമാണ് അല്ലേ. 25 വന്നത് 100നേക്കാൾ വലിയ സംഖ്യ ആയതുകൊണ്ട് ഇനി 25 രൂപ കൂടി വേണം അല്ലേ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ PDF-കൾ ഇത് മാത്രമല്ല, എല്ലാത്തിന്റെയും PDF കിട്ടാൻ താഴത്തുള്ള സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ വേറെ പോകുന്നുണ്ട്. അതിൽ മെസ്സേജ് അയക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അടിച്ചു പൊളിക്കുക, പഠിക്കുക, ഉഷാറാക്കുക, നല്ല ഫുൾ മാർക്ക് വാങ്ങുക കേട്ടോ. റെഡി. അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ.